ദൈവനാമം മഹത്വപ്പെടട്ടെ. സുവിശേഷത്തോട് എതിർപ്പ് പ്രകടിപ്പിക്കുന്നവരോട് സഹിഷ്ണുതയോട് ഏകമനസ്സിനാലും ഏകാത്മാവിനാലും ഇടപെടുവാൻ ഫിലിപ്പിയർ 1:27 കൂടി ഉപദേശിച്ച അപ്പോസ്തലൻ സഹിഷ്ണുതയും ഏകമനസ്സും ഏകാത്മാവിനോടും ഒപ്പം ഏകഭാവവും ഉള്ളവരായിരിക്കാൻ ഈ ഭാഗത്ത് ഉദ്ബോധിപ്പിക്കുന്നു. സുവിശേഷ ദൗത്യത്തിലും വിശ്വാസ ജീവിതത്തിലും കാരുണ്യപ്രവൃത്തികളിലും പൗലോസ് അപ്പോസ്തലൻ്റെ സന്തോഷവും കിരീടവുമായി സ്ഥാനം പിടിച്ചുപറ്റിയ ഫിലിപ്പിയിലെ സഭയിൽ വ്യക്തിപരമായ കഴിവുകളുടെ അടിസ്ഥാനത്തിൽ ചില വ്യക്തിവൈരാഗ്യം പൊന്തിവരികയും അതിനെ ശാസിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റേതായി അവർക്ക് ലഭിച്ച ഉപദേശങ്ങളുടെയും സ്നേഹത്തിൻ്റെയും പരിശുദ്ധാത്മാവിലുള്ള കൂട്ടായ്മയുടെയും പരിണിത ഫലമായി സഭയിലെ സഹോദരങ്ങളുടെ ഇടയിൽ ഏകഭാവം ഉണ്ടാകണമെന്ന് അപ്പോസ്തലൻ അവരെ ഓർമ്മിപ്പിക്കുന്നു. സഭയിലും ജനത്തിലും ഭിന്നതകൾ ഉണ്ടാകുന്നത് ക്രിസ്തീയ പ്രബോധനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പരിശുദ്ധാത്മാവിലുള്ള കൂട്ടായ ജീവിതത്തിൻ്റെയും കുറവിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് അപ്പോസ്തലൻ എടുത്തു കാണിക്കുന്നു. അത് ഈ കാലഘട്ടത്തിലും ബാധകമാണ്. നിങ്ങൾ ഏകമനസ്സുള്ളവരായി ഏകസ്നേഹം പൂണ്ട് ഐക്യമെത്തിപ്പെട്ട് ഏകഭാവമുള്ളവരായി ഇങ്ങനെ എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവീനെന്ന് പൈതൃക വാത്സല്യത്തോടും ശുഭപ്രതീക്ഷയോടും കൂടി ഒരു പിതാവിൻ്റെ ഭാഷയിൽ അപ്പോസ്തലൻ അവരോട് അപേക്ഷിക്കുന്നു. ഒരു പിതാവിൻ്റെ കണ്ണുകൾ ആനന്ദാശ്രുക്കളാൽ സന്തോഷാശ്രുക്കളാൽ നിറയുന്നത് സ്വന്തം മക്കൾ ഐക്യമത്യത്തിൽ ജീവിക്കുന്നത് കാണുമ്പോഴാണല്ലോ. സഭകളിലും ഭവനങ്ങളിലും ഇന്ന് കാണുന്ന കലഹങ്ങൾ ഒഴിവാക്കുവാൻ വിശ്വാസികളായ നാം പൗലോസ് അപ്പോസ്തലൻ ഈ വേദഭാഗത്തിലൂടെ വിഭാവനം ചെയ്യുന്ന ഏകമനസ്സോടുകൂടി ഏകസ്നേഹം കൊണ്ട് ഐക്യമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായിരിക്കാൻ കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് തൻ്റെ ദൈവിക പദവികൾ സ്വയം ശൂന്യമാക്കി ദാസരൂപമെടുത്ത് മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചതും ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിയതും ഒരു നാഴിക ദൂരം പോകുവാൻ പറയുന്നവരോടൊപ്പം 2 നാഴിക പോവുകയും ഇടത്തെ കർണത്തടിക്കുന്നവർക്ക് വലത്തെ കർണം കാണിച്ചു കൊടുക്കുകയും ചെയ്തതിന് പ്രകാരം വിശ്വാസികൾ സ്വാർത്ഥ താല്പര്യങ്ങളും അഹങ്കാരവും ഉപേക്ഷിച്ച് സ്വയം താഴ്ത്തി പരസ്പരം സേവിക്കുകയും കരുതുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടതുണ്ട്. എങ്കിലേ സന്തോഷം പൂർണ്ണമാകുകയുള്ളൂ. പ്രിയമുള്ളവരെ, അതിന് സാധിക്കും. കാരണം സത്യവിശ്വാസി അവനിലാണ് വസിക്കുന്നത്. അപ്പോൾ യേശു പറഞ്ഞതുപോലെ നമ്മുടെ ഇഷ്ടമല്ല കർത്താവിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ നാം സ്വയം താഴ്ത്തി സമർപ്പിക്കും. അപ്പോൾ തീരുമാനം ദൈവാത്മാവിനാലും അതിൽ നമ്മിൽ കൂടി നിവൃത്തിയാകുന്നത് അവിടുത്തെ കൃപയാലുമായിരിക്കും. ക്രിസ്തുവിൻ്റെ മനസ്സ് നമുക്കേവർക്കും ഉണ്ടാകുവാനായി പ്രാർത്ഥിക്കാം. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.